ഹലോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇതൊരു കാട്ടിനുള്ളല്ല, എൻ്റെ പഴയ വീട്ടിലാണ്. പഴയ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട്. ഉരുൾപൊട്ടൽ കാരണം ഞങ്ങളൊന്ന് മണ്ടി കഴിച്ചിലായതാണ് ഒരു 20 വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ വീടൊന്നുമില്ല. ഇവിടെ നിൽക്കുന്ന കാണുന്ന ഈ സ്ഥലമാണ് ഞങ്ങൾ വീടുണ്ടായിരുന്ന സ്ഥലം. ഇപ്പോൾ വീടൊന്നുമില്ല, കാട് പിടിച്ചിറക്കാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളെ കാണിച്ചു തരാം. ഇത് ഇവിടെയാണ് നമ്മൾ വീടുണ്ടായിരുന്നത്, ഈ കാണുന്ന സ്ഥലത്ത്. ഇപ്പോൾ അവിടെ വീടില്ല, അടുത്ത് വീടില്ലായില്ല കേട്ടോ. ഇപ്പം ആ കാണുന്നത് അച്ഛൻ്റെ അനുജൻ്റെ വീടാണ്. അതിപ്പോൾ ജിയോളജി വകുപ്പ് അവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് പറയുന്നത്. ഞങ്ങൾ 10-20 വർഷം മുമ്പേ അത് പേടിച്ച് പോയതാണ്. പിന്നെ അവിടെ ഒരു മല ഉണ്ടോ, ആ മലയിൽ നിന്ന് ഉരുൾ പൊട്ടിയിട്ട് ഇവിടെ ഒരു തോടുണ്ട്. ഈ തോട് വഴിയാണ് ഉരുൾ പൊട്ടി വരിക. അപ്പോൾ അന്ന് വന്ന് അതിൻ്റെ ബേക്കിൽ, ഈ വീടിൻ്റെ ബേക്കിൽ കല്ലൊക്കെ വന്ന് കുടി കിടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പുഴയാണ് ഈ കാണുന്നത്. വലിയ പുഴ എന്ന് പറഞ്ഞാൽ വലിയ പുഴയാണ്. ഇപ്പോഴാണ് ഇതൊക്കെ ചെറിയ തോടാണെന്ന് അറിയുന്നത്. അപ്പോൾ നല്ല രസമാട്ടോ ഇവിടുന്ന് ഇങ്ങനെ നല്ല. അപ്പോൾ അവിടെ ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴിയൊക്കെ ഞങ്ങൾ കുളിക്കണ കുഴികളാണ്. അപ്പോൾ അങ്ങനെ കുളിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ അന്ന് കുളിക്കുമ്പോൾ വലിയൊരു കയറ്റിൽ ചാടുന്ന ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു വലിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ആ വെള്ളച്ചാട്ടം വലിയ വെള്ളച്ചാട്ടം ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ വെള്ളച്ചാട്ടം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇന്നിത് ചെറിയൊരു വെള്ളച്ചാട്ടമായിരിക്കും, പക്ഷേ അന്നത്തെ കാലത്ത് അത് വലിയൊരു വെള്ളച്ചാട്ടമായിരുന്നു. 20 വർഷങ്ങൾക്ക് മുൻപേ എന്ന് പറഞ്ഞു ആലോചിച്ച്. ഇത് എളാപ്പാൻ്റെ വീടാട്ടോ. എളാപ്പാനോട് ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞു. ഒരു താഴത്തേക്ക് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇരിക്കണ പോസ്റ്റില്ലേ, ആ പോസ്റ്റും ഈ തോടും ഇത് ജിയോളജി വകുപ്പ് ബാൻ ചെയ്തേക്കാണ്. അവിടെ താമസിക്കാൻ പാടില്ല പറഞ്ഞുകൊണ്ട് ബാൻ ചെയ്ത സ്ഥലമാണ്. ഇതിലെങ്ങനെ പോകാമെന്നുള്ള നമ്മളൊന്ന് ചിന്തിച്ചായിരുന്നു. അല്ലാണ്ട് എത്തിപ്പെട്ടാൽ കാണിച്ചിരുന്നു. ഇതിലെ തന്നെ ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. പാവങ്ങളുടെ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത്. അയ്യോ, കുറിച്ച് ഇതിൻ്റെ മേലെ ഒരു വെള്ളച്ചാട്ടം കിട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ മേപ്പെട്ട് പോയാൽ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇതിൻ്റെ മേലൊക്കെ ഒരു വീഴോന്നറിയില്ല. മേലെ ചെരുപ്പൊക്കെ ഊരിട്ട് പോട്ടെ. ഇവിടെയൊക്കെ കുളിക്കണ സ്ഥലം കേട്ടോ. ഇത് എളാപ്പാൻ്റെ മക്കൾ കുളിക്കണ കടവാണ്. ഞങ്ങൾ കുളിക്കണത് ഇതിൻ്റെ മേലെയാണ്. അപ്പോൾ കല്ലൊക്കെ നല്ല വളുത്തി കിടക്കണം. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ നല്ല വളുക്കുന്നുണ്ട്. പൊന്നോടെ കയറി കുടുങ്ങി പറഞ്ഞത്. ഉണ്ടോ, ഇതാണ് ഞങ്ങൾ വെള്ളച്ചാട്ടം. അടിപൊളി വെള്ളച്ചാട്ടം. ഇന്നിത് വലിയ വെള്ളച്ചാട്ടമായിരിക്കുമല്ലോ, പക്ഷേ അന്നിത് വലിയൊരു വെള്ളച്ചാട്ടം തന്നെ. വലിയൊരു വെള്ളച്ചാട്ടം. ഇങ്ങോട്ട് പോവും. പിന്നെ മുളങ്കാടുകളൊക്കെ. അവിടെ ഗുഹയുണ്ട്, ഉണ്ടോ? അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു. ഇതൊക്കെ ഒരു കാടാണ്, ഉണ്ടോ? അടിപൊളി കാട്, നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഇങ്ങോട്ട് പോന്നിട്ട് വെള്ളം അങ്ങനെ ഒഴുകി പോകും. അപ്പോൾ അതാണ് നമ്മുടെ വീടിൻ്റെ പ്രദേശം. ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ് പോകാറില്ല. നല്ല സുഖമാണ്, നല്ല അടിപൊളി വൈബാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. വേറെ ഒട്ടേക്ക് സുഖം കിട്ടൂല. ഇപ്പം നമ്മൾ ആലോചിച്ചാണ്, ഇപ്പോൾ ഉരുളൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ കുഞ്ഞു പോകും. ഇത് നേരെ ഉരുള് പൊട്ടി വരുന്ന സ്ഥലമാണ്. ഉരുള് പൊട്ടി ഒറ്റ വരവോട്ട് വരും, നമ്മൾ ആകെ കുടുങ്ങി പോകും. അടിപൊളി വെള്ളച്ചാട്ടം, അടിപൊളി വൈബ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യം
കാണിച്ചു തരുന്നുണ്ട്. ഗുഹയൊക്കെ ഉണ്ട് അപ്പുറത്ത്. ആ ഗുഹയുടെ വീടൊക്കെ അടുത്ത പ്രാവശ്യം കാണിച്ചു തരുന്നുണ്ട്. അത് വീണ്ടും കാണാം. ബൈ.